നമസ്കാരം. ഇന്ത്യക്കാരെ ട്രംപ് ചവിട്ടി പുറത്താക്കിയാൽ നശിച്ചു പോകും ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരായ ഇന്ത്യക്കാരുടെ ഭാവി എന്ന് കരുതിയ ട്രംപിന്റെ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടത്. ഇന്ത്യക്കാർക്ക് തന്നെ സ്വന്തം സ്ഥാനം എത്ര വലുതാണ് മറ്റു രാജ്യങ്ങൾക്കിടയിലെന്ന് ബോധ്യമാകുന്ന തരത്തിലുള്ള സ്വീകരണമാണ് തുടർന്ന് ഇന്ത്യക്കാർക്ക് ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കാരുടെ കഴിവും അറിവും പ്രയോജനപ്പെടുത്താൻ തയ്യാറായി ചൈനയും ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെ പല വൻകിട കമ്പനികളും ഉടമകളും ഒക്കെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ട്രംപിന്റെ കളികളൊന്നും ഇന്ത്യയോട് നടപ്പില്ല എന്ന് ബോധ്യമാകുന്ന തരത്തിൽ ട്രംപിന്റെ കരുക്കൾ വെട്ടി നിരത്തി മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് ഹാരവും ബൊക്കെയും നൽകി സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. US H-1B വിസ ഫീസ് ഉയർത്തിയതിന് പിന്നാലെ ഇന്ത്യക്കാരായ തൊഴിലാളികളെ സ്വാഗതം ചെയ്ത് ജർമ്മനി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതിയായ ഡോക്ടർ ഫിലിപ്പ് അക്കേർമാൻ ആണ് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ജർമ്മനിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹം ജർമ്മനിയിലെ തൊഴിലവസരങ്ങൾ വിശദീകരിച്ചത്. സ്ഥിരതയാർന്ന കുടിയേറ്റ നയങ്ങൾ കൊണ്ടും IT, മാനേജ്മെന്റ്, സയൻസ്, ടെക് മേഖലകളിൽ ഇന്ത്യക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടും ജർമ്മനി വേറിട്ടു നിൽക്കുന്ന രാജ്യമാണ് എന്ന് ഡോക്ടർ ഫിലിപ്പ് അക്കേർമാൻ എക്സിൽ കുറിച്ചു. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കാനുള്ള നല്ല നിമിഷമാണിതെന്നും ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവരിൽ ഇന്ത്യക്കാരുമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ശരാശരി ഇന്ത്യക്കാരൻ ശരാശരി ജർമ്മൻ തൊഴിലാളികളെക്കാൾ കൂടുതൽ വരുമാനം നേടുന്നു. നമ്മുടെ സമൂഹത്തിനും അതിന്റെ ക്ഷേമത്തിനും ഇന്ത്യക്കാർ നൽകിയ സംഭാവന വലുതാണ്. എന്തുതന്നെയാണ് ഉയർന്ന ശമ്പളം വാങ്ങുന്നതിന്റെ അർത്ഥവും. ഞങ്ങൾ കഠിനാധ്വാനത്തിലും മികച്ച ആളുകൾക്ക് ജോലികൾ നൽകുന്നതിലും വിശ്വസിക്കുന്നുവെന്നും ഞങ്ങളുടെ കുടിയേറ്റ നയം ഒരു ജർമ്മൻ കാറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അത് വിശ്വസനീയവും ആധുനികവുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഒരു നേർരേഖയിൽ പോകും. ഉയർന്ന വേഗത്തിൽ പോകുമ്പോൾ ബ്രേക്ക് ഇടേണ്ടി വരുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നും ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ മാറ്റില്ല എന്നും പറഞ്ഞ അദ്ദേഹം ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപാണ് H-1B വിസയ്ക്കുള്ള ഫീസ് $1,00,000 ആക്കി അമേരിക്ക ഉയർത്തിയത്. ഇതോടെ വിദേശങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കാൻ US കമ്പനികൾ ഭീമമായ തുകയാണ് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങാനും ഇത് കാരണമാകും. നിലവിൽ US-ലെ H-1B വിസ ഉടമകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. US-ലെ വൻകിട ടെക് കമ്പനികളിൽ ജോലി തേടുന്ന ഇന്ത്യക്കാരായ ടെക്കികളെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ജർമ്മനി ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇതോടുകൂടി ട്രംപ് ഒരുക്കി വയ്ക്കുന്ന വാരിക്കുഴികളിലൊക്കെ ട്രംപ് തന്നെ വീഴുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിസ ഫീസ് കുത്തനെ ഉയർത്തിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നതോടെ ട്രംപിന്റെ കൊമ്പൊടിയുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച